മഞ്ജു, ഓൾ നെയിംസ്. ഇതെല്ലാം പേരുകളാണ്. അവരെല്ലാം ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷണൽ വാല്യൂ, ഡെസിഗ്നേഷണൽ വാല്യൂ, ഡിപ്പാർട്ട്മെന്റൽ വാല്യൂ, ഹയറാർക്കിക്കൽ വാല്യൂ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പനിയിൽ. അതായത് നമ്മൾ ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നത് ആ വ്യക്തിയുടെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ആ വ്യക്തിയുടെ ക്വാളിറ്റിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡെസിഗ്നേഷനുള്ള വാല്യൂ. അപ്പോൾ പർച്ചേസ് മാനേജർ എക്സ് ഓർ വൈ, ആ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീം ലീഡർ എക്സ് ഓർ വൈ, ആ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ പൊസിഷണൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്യണം. മറ്റുള്ളവർ ആ പൊസിഷനെ ബഹുമാനിക്കണം. പിന്നെ ആ പൊസിഷനെ ബഹുമാനിക്കേണ്ട ക്യാരക്ടർ ആ വ്യക്തിക്കും വേണം. ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ ആ ഹോൾഡ് ചെയ്യുന്ന പൊസിഷന് ഒരു വാല്യൂ ഉണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു ബിഹേവിയർ പ്ലാറ്റ്ഫോം ഉണ്ട്. അതും ആ വ്യക്തി കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്തായിരിക്കും? റബ്ബർ സ്റ്റാമ്പായി പോവും. ആ പൊസിഷന് ഇവരെന്നെ ഉള്ളിൽ പറയും, ഇപ്പം അയാൾ ആ പൊസിഷനിൽ കയറിയിരുന്നിട്ട് എന്താ ഒരു കാര്യം ഉണ്ടായത്? അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്താണ്? മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രശസ്തി എരന്ന് വാങ്ങിക്കാൻ പറ്റില്ല. മറ്റുള്ളവരിൽ നിന്നും ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് എരന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. അവർക്ക് തോന്നണം സപ്പോർട്ട് ചെയ്യണം. ഒരാൾ സർ എന്ന് കൂട്ടി വിളിക്കണമെങ്കിൽ കമ്പലായിട്ട് സർ എന്ന് വിളിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, യു മാൻ ഈവൻ കോൾ മിസ്റ്റർ ഷൈജു, നോ ഇഷ്യൂസ്. സാറിന് വിളിക്കാൻ താങ്കൾക്ക് താല്പര്യം വിളിച്ചോളൂ, ഷൈജു എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്നൊരു വികാരമായിരിക്കണം റെസ്പെക്ട് എന്ന് പറയുന്നത്. ഒരിക്കലും അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിൽ, ടേക്ക് ഇറ്റ് ആസ് ആൻ എക്സാമ്പിൾ ഞാൻ പറയണം, നിങ്ങളെ പഠിപ്പിച്ച 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു 25 കോടി കയ്യിലുണ്ടെങ്കിലും ആ ടീച്ചറെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുകയില്ലേ? എഴുന്നേറ്റ് നിൽക്കില്ലേ? ഇനി 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ തന്നിരിക്കുന്ന ഒരു വിദ്യ, എന്നാൽ നിങ്ങൾ MBA പഠിച്ച് തന്നിരിക്കുന്ന ഒരു ടീച്ചർ തന്നിരിക്കുന്ന വിദ്യ, അവിടെ MBA ടീച്ചറെ മാത്രമേ ബഹുമാനിക്കുള്ളൂ, അങ്ങനെയുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളൊരു പോലീസ് ഓഫീസറായി, നിങ്ങൾ ആ പോലീസ് ഓഫീസറായി, നിങ്ങളൊരു മന്ത്രിയായി, നിങ്ങളൊരു MLA ആയി, നിങ്ങളൊരു MP ആയി, നിങ്ങളുടെ സീറ്റ് പോയാൽ നിങ്ങളുടെ വില അവിടെ പോയി. ആണോ അല്ലേ? ആ സീറ്റ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് വിലയുണ്ട്. ആ സീറ്റ് പോയി കഴിഞ്ഞാൽ വിലയുണ്ടാവില്ല. പിറ്റേ ദിവസം മന്ത്രി എന്നാരും വിളിക്കില്ല, അല്ലെങ്കിൽ CI എന്ന് ആരും വിളിക്കില്ല, റിട്ടയർഡ് CI. വില പോയി അവിടെ. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റെസ്പെക്ട് എന്നുള്ളൊരു സംഗതി എരന്ന് വാങ്ങിച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുന്നോട്ടേക്ക് പോകേണ്ടത്. മറ്റുള്ളവർക്ക് എന്നെ റെസ്പെക്ട് ചെയ്യാൻ തോന്നത്തക്ക വിധത്തിൽ എൻ്റെ ക്യാരക്ടറും ബിഹേവിയർ ഞാൻ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. അത് റെഗുലേറ്റ് ചെയ്യണം. അതിൽ എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകണം. ക്ലിയർ ആണോ ഞാൻ പറയണത്? അപ്പൊ സുജിത്ത്, യു ആർ ഫ്രം വേർ? എവിടെയാണ് സ്ഥലം? ഉള്ളേരിയാണോ? ഉള്ളേരി. ഓക്കെ, ഫൈൻ. അപ്പോൾ താങ്കളുടെ നാട് താങ്കളുടെ നാടോ? ഇത് രണ്ടും ഒരേ കൾച്ചറാണോ? വ്യത്യാസം ഉണ്ടാവാം, മൈൽഡ് വ്യത്യാസമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം, നമ്മൾ ഓൺ ഫ്ലോറിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒബ്സർവേഷനാണ്. ഒരു എക്സിറ്റ് എൻട്രി ഒബ്സർവേഷൻ ഉണ്ട്. ആദ്യം എൻട്രി ചെയ്യുമ്പോൾ കസ്റ്റമർ ഹാപ്പി ഫേസ് ആണോ, അതോ അദ്ദേഹം ടെൻസ്ഡ് ആണോ, അദ്ദേഹം റഷ് ആണോ, അദ്ദേഹം സൈലന്റ് ആണോ എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി. പിന്നെ എക്സിറ്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം, ഹാപ്പി മൂഡിലാണോ എക്സിറ്റ് ചെയ്യണത്, അതോ കൺഫ്യൂസ്ഡ് മോഡിലാണോ എക്സിറ്റ് ചെയ്യണത്. അപ്പൊ എൻട്രിയും എക്സിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. അതുമാത്രമല്ല, നമ്മൾ അടുത്ത ഒബ്സർവേഷൻ മൈക്രോ മൂവ്മെന്റ് ഒബ്സർവേഷൻ, മൈക്രോ ഫേഷ്യൽ ഒബ്സർവേഷൻ. എന്തോ മൈക്രോ ഫേഷ്യൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കൾ ഇങ്ങോട്ടേക്ക് വരൂ, ഇത് കസ്റ്റമറാണ്, ക്ലിയർ? താങ്കൾ വരൂ. അപ്പോൾ താങ്കൾ ശരിക്കും ഒരു സെയിൽസുകാരനാണെന്ന് വിചാരിക്കും. ഇദ്ദേഹത്തിന്റെ മൈക്രോ ഫേഷ്യൽ ഒബ്സർവേഷൻ താങ്കൾ എങ്ങനെയാണ് ചെയ്യുക? വല്ല ധാരണയുണ്ടോ? മൈക്രോ ഫേഷ്യൽ ഒബ്സർവേഷൻ പറഞ്ഞുതരാം. എക്സാക്ട്ലി. ഒന്ന്, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പെരുമാറുക? ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്യും. അതിശയത്തിന് എങ്ങനെയായിരിക്കും? കണ്ണ്, ഐബ്രോ ഒന്ന് റേസ് ചെയ്യും, അല്ലേ? ഇനി അഗ്രീബിൾ ആണെങ്കിൽ എന്താ ചെയ്യും? നോഡ് ചെയ്യും. പിന്നെ ചില ആൾക്ക് ടൈറ്റൻ ചെയ്യും, ലിപ്പ് ഇങ്ങനെയാക്കും. അങ്ങനെ ആക്കിയാൽ എന്തോ ഡൗട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്, ആണോ അല്ലേ? അപ്പൊ ചില ആൾക്ക് നാക്കുമ്പോൾ ചിന്തയിലേക്ക് പോയി. അടുത്ത് നോഡ് ചെയ്യുമ്പം അഗ്രിയബിൾ ആണ്. അടുത്ത് എന്താണ്? ഇങ്ങനെ കോൺട്രാസ്റ്റ് ആകുമ്പോൾ എന്തോ കൺഫ്യൂഷൻസ് ഉണ്ട്, ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്തായി? ഐബ്രോ റേസ് ആയി. ഇത് മൂന്നും ശരിക്കും എന്താണ്? മൈക്രോ ഫേഷ്യൽ ഒബ്സർവേഷൻ ആണ്, ആണോ അല്ലേ? ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഒബ്സർവൻ്റ് ആയിരിക്കണം. സെയിൽസ് എന്തായിരിക്കണം? ഒബ്സർവ്. അല്ലാണ്ട് പ്രൊഡക്റ്റ് നോക്കിയിട്ട് കച്ചവടം ചെയ്യലല്ല സെയിൽസ്. പ്രൊഡക്റ്റ് നോക്കി കച്ചവടം ചെയ്യലല്ല സെയിൽസ്. മിക്കവാറും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പ്രൊഡക്റ്റ് ഇത് വാഷിംഗ് മെഷീൻ സാർ, ഈ വാഷിംഗ് മെഷീൻ അത് 7.5 kg ആണ്, ടോപ്പ് ലോഡാണ്, ഫ്രണ്ട് ലോഡാണ് സാർ, ഇത്രയൊക്കെ വരുള്ളൂ. ഇതിൻ്റെ മോട്ടോർ ഫംഗ്ഷൻസ് ഇങ്ങനെ വരുന്നത്, പിന്നെ അതിന് വലിയ ശബ്ദങ്ങളൊന്നുമില്ല, വാറണ്ടി ഇത്ര വരുന്നുണ്ട്, 3 വർഷത്തേക്ക് സാർ മോട്ടോർ വാറണ്ടി ഉണ്ട്, ഇങ്ങനെയാണ്. ഇതിങ്ങനെ പറഞ്ഞു പോയി. ഈ പ്രൊഡക്റ്റ് നോക്കി പറയുന്നൊരു കാറ്റഗറിയാണ് കേരളത്തിലുള്ളത്. ഒരു ഫീച്ചർ പറയുമ്പം സാർ ഇത് സാറിന് ഫിക്സ് ആയിരിക്കുമല്ലോ 7.5 എന്ന് ചോദിക്കും. മുഖത്ത് വരുന്ന ഭാവങ്ങൾ നമുക്ക് റേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അല്ലേ നിങ്ങൾ ഫീച്ചർ പറഞ്ഞ് കൊന്നു. ഫീച്ചർ പറയുമ്പോൾ ഉള്ള റിഫ്ലക്ഷൻസ് പിടിക്കുന്നിടത്താണ് സെയിൽസ് വിജയത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണ്? താങ്കൾ രണ്ടാൾക്കാരും സെയിൽസിലല്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് വിളിച്ചത്. കാരണം നിങ്ങൾ രണ്ടാളെയും ഒബ്സർവ് ചെയ്യാനാണ് ബാക്കി എല്ലാ ആൾക്കാരും ഇവിടെ സെയിൽസുകാർ നിൽക്കുന്നത്. റെഡി?